ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ നമ്മുടെ നിരാശയും നമ്മുടെ ദുഃഖവും വേദനയും മനസ്സിൻ്റെ വിഷമങ്ങളും സമർപ്പിക്കാം. അർഹതപ്പെട്ട നീതിയും ന്യായവും നഷ്ടപ്പെട്ട് ഇനി എന്ത് എന്ന് മനസ്സിൽ വേദനയോടെ ആരാലും സഹായമില്ലാതെയുള്ള നിങ്ങളുടെ കാത്തിരിപ്പിന് ഫലം നൽകാൻ കർത്താവ് മനസ്സായിരിക്കുന്നു. നമ്മുടെ ദൈവം വിധികർത്താവാണ്. അവിടുന്ന് സകലരെയും നീതിയോടെ വിധിക്കും. കർത്താവിൽ നമുക്ക് നീതിയും ന്യായവും ലഭിക്കും. മനുഷ്യരാൽ നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ തക്ക സമയത്ത് ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കും. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ നീതി നമുക്കൊരിക്കലും നഷ്ടമാവുകയില്ല. വാക്ക് മാറ്റാത്ത ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് യഥാകാലം നീതി ലഭിച്ചിരിക്കും. കർത്താവിനു വേണ്ടി കാത്തിരിക്കുക. അവിടുന്ന് നിന്നെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. കർത്താവ് തക്ക സമയത്ത് പ്രവർത്തിച്ചിരിക്കും. ഇന്ന് ഈ രാത്രിയിൽ നമ്മുടെ ഭാരങ്ങളെയും തകർന്ന പ്രതീക്ഷകളെയും വേദനയെയും ദുഃഖവും ശാരീരിക ക്ലേശങ്ങൾ, അസ്വസ്ഥതകൾ, രോഗങ്ങൾ, മനസ്സിൻ്റെ വിഷമം എല്ലാം സുഖപ്പെടുത്താൻ ശക്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് സ്നേഹിക്കാം. മറ്റെല്ലാത്തിനേക്കാളും കർത്താവായ ദൈവത്തെ സ്നേഹിക്കുക. മറ്റെല്ലാ സ്നേഹവും, ഈ ലോകത്തോടുള്ള സകല സ്നേഹവും നമുക്ക് തിന്മ നൽകുന്നു, നമുക്ക് ദുഃഖം നൽകുന്നു. എന്നാൽ ദൈവത്തോടുള്ള സ്നേഹം ശാശ്വതമായ, സമാധാനപരമായ, സന്തോഷകരമായ ജീവിതത്തിന് നമ്മെ ഉടമകളാക്കുന്നു. ഇന്ന് രാത്രിയിൽ നാം ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവിന് എല്ലാം സാധ്യമാണ് എന്ന് നീ വിശ്വസിക്കുക. ഈ രാത്രിയിൽ സമ്പൂർണ്ണ സമാധാനവും നല്ല ഉറക്കവും നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ ദിവസം ദൈവ തിരുമനസ് പോലെ നമ്മുടെ ജീവിതത്തിൽ സകല നന്മകളും അനുഗ്രഹങ്ങളും സ്വീകരിക്കാൻ അവിടുന്ന് നമ്മെ അതിരാവിലെ ഉണർത്തുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 98 1 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിന് ഒരു പുതിയ കീർത്തനം ആലപിക്കുവിൻ. അവിടുന്ന് അത്ഭുത കൃത്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ കരവും വിശുദ്ധ ഭുജവും വിജയം നേടിയിരിക്കുന്നു. കർത്താവ് തൻ്റെ വിജയം വിളംബരം ചെയ്തു. അവിടുന്ന് തൻ്റെ നീതി ജനതകളുടെ മുൻപിൽ വെളിപ്പെടുത്തി. ഇസ്രായേൽ ഭവനത്തോടുള്ള തൻ്റെ കരുണയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. ഭൂമിയുടെ അതിർത്തികൾ നമ്മുടെ ദൈവത്തിൻ്റെ വിജയം ദർശിച്ചു. ഭൂമി മുഴുവൻ കർത്താവിന് ആനന്ദഗീതം ആലപിക്കട്ടെ. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. കിന്നരം മീട്ടി കർത്താവിന് സ്തുതികൾ ആലപിക്കുവിൻ. വാദ്യാഘോഷത്തോടെ അവിടുത്തെ പുകഴ്ത്തുവിൻ. കൊമ്പും കാഹളവും മുഴക്കി രാജാവായ കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദം കൊണ്ട് ആർപ്പിടുവിൻ. സമുദ്രവും അതിലുള്ളവയും ഭൂമിയും അതിലെ നിവാസികളും ഉച്ചത്തിൽ സ്വരമുയർത്തട്ടെ. ജലപ്രവാഹങ്ങൾ കരഘോഷം മുഴക്കട്ടെ. കർത്താവിൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ ഒത്തൊരുമിച്ച് ആനന്ദ കീർത്തനം ആലപിക്കട്ടെ. അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു. അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ ന്യായത്തോടും കൂടെ വിധിക്കും. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഇന്ന് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മേൽ നീ കരുണ തോന്നി ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ നീ കാണണമേ. കർത്താവേ, ഇന്നൊത്തിരി മനസ്സ് വിഷമിച്ചിരിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണയോടെ കാത്തുകൊള്ളണമേ.
നീതിയും ന്യായവും നഷ്ടപ്പെട്ട് അനീതിക്കിരയായ ഈ മക്കളുടെ മേൽ ഇന്ന് നിന്റെ കരുണ ചൊരിയണമേ. നീതിമാനായ ദൈവമേ, നീ ലോകം മുഴുവനെയും സകല ജനതകളെയും വിധിക്കുന്നവനാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ വിധികർത്താവായ ദൈവമേ, നീ ഞങ്ങളെ വിധിക്കുമ്പോൾ ഞങ്ങളുടെ മേൽ നിന്റെ കരുണ വ്യാപരിക്കുവാൻ ഞങ്ങൾക്ക് അർഹതപ്പെട്ട സകല നന്മകളെയും സ്വീകരിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഈ രാത്രിയിൽ നിന്റെ സന്നിധിയിലേക്ക് ഈ മക്കളെ ഞാൻ സമർപ്പിക്കുന്നു. കർത്താവെ, ജോലി നഷ്ടപ്പെടും എന്ന് ഭാരപ്പെട്ടിരിക്കുന്ന ഒരു മകനെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈ ജനുവരി 1 മുതൽ ജോലി നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് ദുഃഖിച്ചിരിക്കുന്ന ഈ മകന് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലി നഷ്ടമാകാൻ സാധ്യതകളുള്ള എല്ലാവർക്കു വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ മനസ്സ് വേദനിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഹായത്തിന് ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങൾ ദൂരെയായിട്ട് വാർദ്ധക്യത്തിൽ കഴിയുന്ന മാതാപിതാക്കളെ ഒറ്റയ്ക്ക് ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ കർത്താവെ, അവരുടെ മനസ്സിലുണ്ടാകുന്ന ഭയവും വേദനയും നിരാശയും വിഷമങ്ങളെയും നീ കാണണമേ. കർത്താവായ ദൈവമേ, ഇന്ന് ഈ പ്രാർത്ഥന ആവശ്യമായ എല്ലാവരിലേക്കും നിന്റെ കൃപ ഒഴുക്കണമേ. ഈ പ്രാർത്ഥനയെ നീ എത്തിച്ചു കൊടുക്കണമേ. ദൈവമേ, ഈ പ്രാർത്ഥന എല്ലാവർക്കും മനസ്സിന് സന്തോഷവും ഹൃദയത്തിന് സമാധാനവും ശരീരത്തിന് സൗഖ്യവും നൽകട്ടെ. അന്തരാത്മാവിന് ശാശ്വതമായ സന്തോഷം നൽകട്ടെ. കർത്താവേ, നിന്റെ കരുണയും വിശ്വസ്തതയും അനുസരിച്ച് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. കർത്താവായ ദൈവമേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നീതി നടത്തിത്തരണമേ. ഞങ്ങളുടെ മേൽ ചുമത്തപ്പെട്ട അനീതികരമായ നിയമങ്ങളെ നീ എടുത്തു മാറ്റി ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ സ്പർശിച്ച് ഒരു നല്ല ജീവിതം കാണാൻ നാളത്തെ ദിവസത്തെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കെതിരെയുള്ള അനീതിപരമായ എല്ലാ ദുരാരോപണങ്ങളും ദുഷ്ടന്റെ പദ്ധതികളെയും തകർത്തെറിഞ്ഞ് ഈ രാത്രിയിൽ നിന്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുവാൻ, നാളെ നടക്കാൻ പോകുന്ന ചില കോടതി വിധികൾ, നാളത്തെ ചില കാര്യങ്ങൾ കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് നീതി നടത്തി തരണമേ. കോടതി കേസുകളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വാഹനവുമായി ബന്ധപ്പെട്ട ഒരു മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കാരുണ്യം ഞങ്ങളിൽ ഒഴുക്കണമേ. ഈ രാത്രിയിൽ വേദനിച്ച് ദുഃഖിച്ചിരിക്കുന്നവർക്ക് ആശ്വാസമായി, നീതിയും ന്യായവും നിഷേധിക്കപ്പെട്ടവർക്ക് അവർക്ക് അർഹമായ നീതി നൽകി ന്യായം പാലിച്ചു കൊടുക്കുന്ന കർത്താവേ, ഈ രാത്രിയിൽ നിന്റെ സന്നിധിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരിക്കലും ഞങ്ങളുടെ കുറവുകളെ, ബലഹീനതകളെ, പാപത്തെ, ഞങ്ങളുടെ അടിമത്തത്വങ്ങളെ ദൈവമേ ഞങ്ങൾക്കെതിരെ നീ കണക്ക് കൂട്ടരുതേ. കർത്താവേ, ദൈവമേ, നീ ഞങ്ങളുടെ പാപങ്ങൾ ഓർത്തിരുന്നാൽ ഞങ്ങൾ എന്താണ്? ഞങ്ങൾ ഒന്നുമില്ല ദൈവമേ. അതിനാൽ നീ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ അകൃത്യങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ, ബലഹീനതകളെ നീ ക്ഷമിക്കണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ നീതി ഞങ്ങൾക്ക് ലഭിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണ തോന്നണമേ. ഈ രാത്രിയിൽ നിന്റെ സന്നിധിയിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നവർക്ക് നീ ആശ്വാസം നൽകണമേ. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് സൗഖ്യം നൽകണമേ. മാനസിക വേദനയിൽ കഴിയുന്നവർക്ക് ആശ്വാസം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തെ എല്ലാ അപകടങ്ങളിൽ നിന്നും, അസത്യങ്ങളിൽ നിന്നും, ലോകത്തിൻ്റെ അടിമത്തങ്ങളിൽ നിന്നും, പ്രലോഭനങ്ങളിൽ നിന്നും, സകല തിന്മയുടെ അരൂപികളിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായി നീ രക്ഷിക്കണമേ. ഈ രാത്രിയിൽ ഞങ്ങളെ ഈശോയെ നിന്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം, ഞങ്ങൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ഇവയെല്ലാം ഈശോയെ നിന്റെ തിരുരക്തത്താൽ കഴുകണമേ. ഞങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ, ഞങ്ങളുടെ തലച്ചോറിൽ ഞങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റാസ് എല്ലാം ഈശോയെ നിന്റെ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ, അന്തരാത്മാവിനെ, ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ
മനസ്സിൻ്റെ എല്ലാ തലങ്ങളെയും ഈശോയെ നിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ. ഇന്ന് ഞങ്ങളോട് സംസാരിച്ചവരെ, ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടിയവരെ എല്ലാവരെയും ഈശോയെ നിന്റെ തിരുരക്തം കൊണ്ട് കഴുകണമേ. കർത്താവേ, ഇന്ന് നീ ഞങ്ങൾക്ക് നൽകിയ ഒത്തിരി അനുഗ്രഹങ്ങളെ ഓർത്ത് ഈ രാത്രിയിൽ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ലഭിക്കില്ല എന്ന് കരുതിയ ചില നന്മകളെ നീ ഇന്ന് ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, നീതിമാന്റെ പ്രതിഫലം ഒരിക്കലും അവിടുന്ന് നിഷേധിക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാൽ നിന്റെ നീതിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ നീതിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളെ നീതിയുള്ളവരാക്കി മാറ്റണമേ. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ആശ്വാസം നൽകി നാളത്തെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തു ദുഃഖിച്ചിരിക്കുന്നവർക്ക് നിന്റെ സഹായഹസ്തം നീട്ടി ഈ രാത്രിയിൽ നീ അവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു. നാളത്തെ ഞങ്ങളുടെ ഇൻ്റർവ്യൂവിനെ, ജോലിയെ, പരീക്ഷയെ എല്ലാം സമർപ്പിക്കുന്നു. യാത്രകളെ സമർപ്പിക്കുന്നു. കർത്താവേ, നീ കൂടെ ഉണ്ടാകണമേ. സകല ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് നീ നൽകിയ സമയം, അവസരങ്ങൾ ഞങ്ങൾ നഷ്ടപ്പെടുത്തി. ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, ഈ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ ഞങ്ങൾ എത്ര ആഗ്രഹിച്ചിട്ടും അത് നടക്കുന്നില്ല. അതിനാൽ ഇന്ന് രാത്രിയിൽ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്ത് നീ നൽകിയ ദാനങ്ങളെ ഏറ്റവും ഉചിതമായ രീതിയിൽ ഉപയോഗപ്രദമാക്കാൻ ഞങ്ങൾക്ക് വിവേകവും വിജ്ഞാനവും നൽകി, എളിമയും അനുസരണവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, മനസ്സിൻ്റെ കാഠിന്യം മാറ്റി, ഹൃദയ കാഠിന്യം മാറ്റി. ദൈവം ആഗ്രഹിക്കുന്നത് കരുണയാണ്, ബലിയല്ല, കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. കർത്താവേ, ഞങ്ങൾക്കും മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ, കർത്താവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കുന്നത് പോലെ മറ്റുള്ളവരോടും കരുണ കാണിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്ന് അരുളി ചെയ്ത ഈശോനാഥ, നന്ദിഹീനരോടും നീതികെട്ടവരോടും കർത്താവ് കരുണ കാണിക്കുന്നത് പോലെ നമുക്കും മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ ഈ രാത്രിയിൽ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവേ, നിന്റെ കരുണ ആവശ്യമായുള്ളത് അനീതി ചെയ്യുന്നവർക്ക്, തിന്മ ചെയ്യുന്നവർക്ക് ആണ്. അതിനാൽ ദൈവമേ, ഞങ്ങളോട് തിന്മ ചെയ്തവർക്ക്, ഞങ്ങളോട് അനീതി പ്രവർത്തിച്ചവർക്ക്, ഞങ്ങൾക്ക് അവകാശമായ അനുഗ്രഹങ്ങളെ ഇല്ലാതാക്കിയവരോട് ഈ രാത്രിയിൽ പൂർണ്ണമായി ക്ഷമിക്കാനും അവരോട് കരുണ കാണിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ നിരവധി പാപങ്ങൾ ഈ രാത്രിയിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ കരുണയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. നിന്റെ തിരുരക്തത്താൽ ഞങ്ങളായിരിക്കുന്ന സ്ഥലം, ഞങ്ങൾ കിടക്കുന്ന മുറി, ഞങ്ങൾ ഉപയോഗിക്കുന്ന കട്ടിൽ, മറ്റ് എല്ലാം കർത്താവേ, മുറിയിലുള്ള സകല സാധന സാമഗ്രികൾ, ഞങ്ങളുടെ ഭവനം, വീട്ടിലുള്ള എല്ലാ സാധന സാമഗ്രികൾ ഈശോയെ നിന്റെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ. കർത്താവേ, എല്ലാ തിന്മയിൽ നിന്നും അന്ധകാര ശക്തികളിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ, വീടിനെ, ഭവനത്തെ നീ രക്ഷിക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഈശോയെ നിന്റെ തിരുരക്തത്താൽ ഞങ്ങളെയും ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തെയും ഞങ്ങൾ ഉപയോഗിക്കുന്ന സകല വസ്തുക്കളെയും നീ നിന്റെ തിരുരക്തം കൊണ്ട് കഴുകി ആശീർവദിക്കണമേ. ഞങ്ങളെ പരിശുദ്ധമായി കാത്തുകൊള്ളണമേ. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ, പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ, പരിപൂർണരായിരിക്കുവിൻ എന്ന് അരുളി ചെയ്യപ്പെട്ട കർത്താവ്, ഈ രാത്രിയിൽ നിന്റെ പരിപൂർണതയിൽ ആശ്രയിച്ച് ഞങ്ങൾ കിടന്നുറങ്ങുന്നു. ഞങ്ങളോട് കരുണ കാണിക്കണമേ. അതിരാവിലെ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി വീണ്ടും വിളിച്ചുണർത്തി അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ എല്ലാ ഭയവും മാറ്റി നിന്നിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ കർത്താവേ, നിന്റെ ശക്തമായ കരം ഞങ്ങൾക്ക് കാവലായിരിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. സകല അപകടങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ എപ്പോഴും നീ രക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട
എല്ലാവർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് അനുഭവിക്കാൻ നാളത്തെ ദിവസവും വീണ്ടും അതിരാവിലെ 5 മണിക്ക് ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ഞങ്ങളെ വീണ്ടും ഉണർത്തി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വിഷമത്തിൽ നിന്നും നിന്നെ സുഖപ്പെടുത്തി ശാരീരിക ക്ലേശങ്ങളിൽ ആശ്വാസം നൽകി സൗഖ്യം നൽകി സുഖമായ നിദ്ര നൽകി രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.